അനുവാൻ ഗാങ്ങിനെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ റൊമാൻറ്റിക് സ്റ്റാർ എന്നറിയപ്പെടുന്ന മലയാള സിനിമയ്ക്കകത്ത് നിരവധി റൊമാൻറ്റിക് വേഷം ചെയ്ത് സിനിമയിലെ സ്ത്രീകൾ തന്നെ പ്രിയപ്പെട്ടതായിട്ടുള്ള എല്ലാവരുടെയും പ്രിയപ്പെട്ടതായിട്ടുള്ള വിനീത് കുമാറാണ്. പ്രിയപ്പെട്ട വിനീത് കുമാറിനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നേടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പണ്ട് മുതൽ ഇങ്ങോട്ട് മലയാള സിനിമയിലെ നിരവധി കോമഡി കഥകൾ ചെയ്തിട്ടുള്ള ഒട്ടേറെ ഉത്തരവാദിത്തമുള്ള വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഇപ്പോഴും മലയാള സിനിമയിലെ നിറസ്ഥാനത്തുള്ള പൊന്നമ്മ ചേച്ചിയാണ്. ഏറെ സ്നേഹത്തോടെ യോഗത്തിനായി സ്വാഗതം ചെയ്യുകയാണ്. ദർശന രാജേന്ദ്രൻ, പ്രിയപ്പെട്ട നർത്തകൻ റംസാൻ, വിഷ്ണു അഗസ്ത്യ, നവനി, അങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഈ സ്റ്റേജിനകത്തുള്ളതും പുറത്തുള്ളതുമായ ഈ സിനിമയുടെ ഭാഗമായിട്ട് മുന്നണിയിലും പിന്നണിയിലും വിളിച്ച മുഴുവൻ സുഹൃത്തുക്കളെയും ഒറ്റവാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. മഹാരാജാസ് കോളേജ്, വർഷങ്ങളുടെ ചരിത്രമുള്ള മഹാരാജാസ് കോളേജ്. ആ കോളേജ് കേരളത്തിന്റെ സൊസൈറ്റിക്ക്, കേരളത്തിലെ ഒരു സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. അതിൽ ഓരോ വർഷത്തെയും അതത് കാലഘട്ടത്തിലെ കോളേജ് യൂണിയനുകളുടെ സംഭാവനകൾ, അവരുടെ ഇടപെടലുകൾ ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ഈ 24-25 വർഷത്തില് മഹാരാജ് കോളേജിന്റെ യൂണിയൻ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ പഴയ വർഷങ്ങളിലെ പോലെ തന്നെ അവർക്ക് കേരളത്തിന്റെ ഇന്നത്തെ സാമൂഹിക സിറ്റുവേഷൻസിൽ കൃത്യമായി പ്രതികരിക്കാനും കൃത്യമായി ഇടപെടാനും കൃത്യമായി അവരുടെ കാലയളവ് രേഖപ്പെടുത്താനും കഴിയട്ടെ എന്ന് ആശംസിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. അതിക്രമങ്ങളെ നേരിടാൻ ശക്തമായിട്ടുള്ള ഇടങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഈ വർഷത്തിൽ, ഈ അധ്യയന വർഷത്തിൽ സാധിക്കട്ടെ. തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ ശ്രമങ്ങളെയും മുന്നിലോട്ട് കൊണ്ടുപോകാൻ ഈ യൂണിയന് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ യൂണിയൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു. കഴിയുന്നവർ തിയേറ്ററിൽ നിന്ന് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. ഈ വർഷത്തെ കോളേജ് യൂണിയൻ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതും എൻ്റെ നാളെ റിലീസാവാൻ പോകുന്ന റൈഫിൾ ക്ലബിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചെയ്യുന്നത് അതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവരും പടം കാണുക, എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക. അതാണ് ഞങ്ങളുടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയാനുള്ളത്. എനിക്കതാണ്. പിന്നെ പ്രിൻസിപ്പൽ ഇവിടെ സൂചിപ്പിച്ച പോലെ എല്ലാവരും പൊന്നോമന പുത്രന്മാർ എന്ന് പറഞ്ഞാലും വളരെ സന്തോഷമുണ്ട്. ഇക്കാലത്ത് ഇങ്ങനെ കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും എല്ലാ തലത്തിലും വിജയം കൈവരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പിന്നെ മഹാരാജാസ് കോളേജിന്റെ യൂണിയൻ ഉദ്ഘാടനത്തിൽ നിന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഒരു യൂണിയൻ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് വൈസ് ചെയർപേഴ്സൺ ആയിട്ട് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരു ആളെന്ന നിലയ്ക്ക് യൂണിയന്റെ ഇനോഗ്രേഷൻ വരാൻ പറ്റിയത് വലിയ സന്തോഷം. മഹാരാജാസ് എന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടേ ഉള്ളൂ. മഹാരഥന്മാരെല്ലാവരും പഠിച്ചിറങ്ങിയ ഈ ഒരു കോളേജിന്റെ മുറ്റത്ത് വന്നിറങ്ങി നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. ഈ കോളേജിൽ ഉണ്ടായിരുന്ന കലാപ്രതിഭയായിരുന്ന രമേശ് വർമ്മ സാറും അതുപോലെ ഗോപൻ ചിദംബരം അദ്ദേഹമൊക്കെയാണ് എന്റെയും ദിലീഷ് പോത്തന്റെയും ഒക്കെ അധ്യാപകർ. അവർ പഠിച്ചിറങ്ങി അവർ പറഞ്ഞിട്ടുള്ള കഥകളും പിന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളും അല്ലെങ്കിൽ സിനിമയിലും സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും എല്ലാ മേഖലകളിലും ഒരു മഹാരാജാസ് കോളേജിൽ പഠിച്ച ആരെങ്കിലും ഒരാൾ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതിന് ആ ഒരു കോളേജിന്റെ മുറ്റത്ത് വന്ന് നിന്ന് നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യം. നിങ്ങളെല്ലാം കണ്ടു വന്നാണോ ഞാൻ വിചാരിച്ചത്. എന്റെ നാർമ്മ തെറ്റിക്ക് സോറി. പിന്നെ എന്റെ അറിവ് അത്ര ഉള്ളൂ നിങ്ങൾ വിചാരിച്ചാൽ മതി കേട്ടോ. പിന്നെ മഹാരാജന്റെ യൂണിയന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം സുരഭി വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനപ്പുറം ഒന്നും പറയാനില്ല. പിന്നെ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള നാളെ ഞങ്ങളുടെ റൈഫിൾ ക്ലബ്ബ്
സിനിമ റിലീസ് ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം, വിജയിപ്പിക്കണം, അനുഗ്രഹിക്കണം. താങ്ക് യു സോ മച്ച്. നമസ്കാരം. അടിപൊളിയാണ്. ഒരു ക്യാമ്പസിൽ എത്തി നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് നമ്മളുടെ ക്യാമ്പസ് എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ച് പോകും. അത് എത്ര വന്നാലും നമുക്ക് തടയാൻ പറ്റില്ല. എൻ്റെ അച്ഛനും അമ്മയും പഠിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ച കോളേജാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മഹാരാജാസ് കഥകൾ കേട്ടിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത് കുട്ടിക്കാലം മുതലേ. എറണാകുളത്തുള്ള ഏറ്റവും പ്രമുഖ കോളേജ് എന്ന നിലയിൽ, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖ കോളേജ് എന്നുള്ള നിലയിൽ മഹാരാജാസിന്റെ ഒരു പൾസ് എപ്പോഴും എന്താണെന്ന് അറിയാനാണ്, ഒരു യൂത്തിന്റെ പൾസ് എന്താണെന്ന് അറിയാൻ ഉറ്റുനോക്കുന്ന ഒരു ക്യാമ്പസ് കൂടെയാണ് മഹാരാജാസ് എന്നും. അതിൽ നിങ്ങൾ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ദാറ്റ് ഈസ് സോ സ്പെഷ്യൽ. അങ്ങനെ നമ്മള് എന്നും നമ്മളുടെ ഒരു വർഷത്തില് മഹാരാജാസിന് എന്നുള്ള ഒരു ചർച്ച കടന്നു പോകാത്ത ഒരു വർഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ടു ബി ഹിയർ. അത് റൈഫിൾ ക്ലബിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നതിൽ വലിയ അഭിമാനവുമുണ്ട്. എല്ലാരും പറഞ്ഞതുപോലെ നിറയെ ആക്ടേഴ്സ് ഉള്ള വളരെ ജാം പാക്ഡ് ആയിട്ടുള്ള ഉഗ്രൻ എന്റർടൈനർ ആണ്. ഹലോ മഹാരാജാസ് ആൻഡ് മഹാറാണീസ്, നമസ്കാരം. ഇവിടെ ഒരു കാലത്ത് യൂണിയന്റെ സാരഥ്യം വഹിച്ചിരുന്ന ആഷിഖാണ് ഞങ്ങളുടെ സാരഥി. അപ്പോൾ ആഷിഖിന്റെ കോളേജിലേക്ക് വരുന്നു. പിന്നെ മലയാള സിനിമയിൽ തന്നെ മഹാരാജാസ് കോളേജ് സംഭാവന ചെയ്ത എത്രയോ പ്രതിഭകളുണ്ട്. അത് എഴുത്തുകാരായിട്ടും സംവിധായകരായിട്ടും നടനായിട്ടും ഒക്കെ. അപ്പോൾ ഒരുപാട് മഹാരാജന്മാർ നടന്ന് ഈ വഴിയിലൂടെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനമൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന, നിങ്ങൾ ഓരോരുത്തരിലും ഒരു വലിയ പ്രതിഭകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഈ യൂണിയൻ ഡേയിൽ ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ റൈഫിൾ ക്ലബിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ സിനിമ ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുമ്പോൾ പലപ്പോഴും അത് കാരവാൻസിൽ ഓരോരുത്തർ ഓരോ മുറികളിലൊക്കെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കും. പക്ഷേ റൈഫിൾ ക്ലബിന്റെ ഷൂട്ടിംഗ് നടന്നത് പ്രധാനമായിട്ടും ഒരു വീടിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത കുറച്ച് മുറികളുണ്ട്, ടെമ്പററി മുറികൾ. അതിലെല്ലാവരും കൂടെ ഒരു മുറിയിൽ ഒത്തുകൂടുകയും അവിടെ ഞങ്ങൾ എല്ലാവരെയും ഒരു രീതിയിൽ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന സുരഭി. അപ്പൊ ഇവിടെ വന്നപ്പോഴും സുരഭിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹനുമാൻ കൈന്ന് വന്നപ്പോൾ ഇപ്പൊ സുരഭി പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് ഹനുമാൻ കൈനെ കണ്ടപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകാൻ ആദ്യം എനിക്കൊരു മടിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പെരുമാറുക, എന്താണ് സംസാരിക്കുന്നത്, അമേരിക്കയിൽ നിന്ന് വന്നാണെന്നൊക്കെ സംശയിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഹായ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചേട്ടൻ്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഓക്കെ സന്തോഷം. അപ്പോൾ എന്തായാലും ഹനുമാൻ ഖാൻ്റെ ഞങ്ങളുടെ സിനിമയുടെ ഭാഗമാണ്. ആൻഡ്രിയ കശ്യപ് ഞങ്ങളുടെ സിനിമയിലുണ്ട്. കൂട്ടായിട്ടൻ എന്ന് വിളിക്കുന്ന വിജയരാഘവൻ, അദ്ദേഹം ഞങ്ങളുടെ സിനിമയിലെ ഒരു പ്രധാന ഘടകമാണ്. ദിലീഷ്, ഉണ്ണിമായ, സുരഭി, അങ്ങനെ ഒരുപാട് പ്രതിഭകളുടെ ഒരു സംഗമമുണ്ട് റൈഫിൾ ക്ലബിൽ. അപ്പോൾ നിങ്ങളുടെ സ്നേഹം ഞങ്ങളുടെ സിനിമയ്ക്ക് ഉണ്ടാവണം. നാളെ എല്ലാവരും തിയേറ്ററിൽ തന്നെ ചെന്ന് ഈ സിനിമ കാണണം. താങ്ക് യു സോ മച്ച്. ഈ വർഷം അടിച്ചു പൊളിക്കണം. ഓക്കെ, താങ്ക് യു. Hello everyone. Maharajas College, how are you? സുഖല്ലേ? അപ്പൊ നേരത്തെ സുരഭി ചേച്ചി പറഞ്ഞ മാതിരി നമ്മള് ഒരു കൊണ്ടോട്ടി ചെക്കനാണ്. ആൻഡ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫിലിമൊക്കെ ചെയ്യണത്. ഐ ഹാവ് നോ ഐഡിയ വാട്ട് ഐ ആം ഡൂയിങ്. എന്റെ പേര് സൂരജാണ്. ഇറ്റ്സ് നോട്ട് ഹനുമാൻ ഖാൻ. ഓൾറൈറ്റ്. ആൻഡ് thank you for having us. Please go see the movie tomorrow. See how we do, because behind me there's a bunch of amazing people that are so good at what they do. Now you're gonna see it on stage. Hopefully it's good. If it's not, you let me know. All right. And behind me I have my brother Parima Shayas and Imbaji. Make some noise. Parima, സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പുറത്തെ സൈഡ് നിന്നേ എനിക്ക് പരിചയമുള്ളൂ. ആദ്യമായിട്ടാണ് ഇപ്പുറത്തെ സൈഡ് നിൽക്കുന്നത്. സോ എല്ലാരും പറഞ്ഞാണ്ടും കുറെ പേരുടെ ഹാർഡ് വർക്കാണ്, കുറെ പ്രതീക്ഷകളുള്ള പടമാണ്. ഹനുമാനും പറയുന്നത് പറഞ്ഞ പോലെ ആഷിഖാബുവിന്റെ അടുത്ത ഹിറ്റാണ് നമ്മുടെ റൈഫിൾ ക്ലബ്ബ്. എല്ലാരും പോയി കാണണം. 4 സാധനം വരുന്നുണ്ട്. നമ്മളിവിടെ പോണതിന് മുമ്പായിട്ട് ഇന്ന് നമ്മൾ കിലർ ഓൺ ദ ലൂസ് ഒരു ട്രാക്ക് ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു സാമ്പിൾ മെഡിക്കലോട് തന്നിട്ട് പോകാൻ പോകുന്നത് അറിയാലോ. My
ഫീൽ ലൈക്ക് ഒരിക്കൽ കൂടെ കോളേജിൽ പോകാൻ പറ്റിയാൽ ഐ വുഡ് കം ടു മഹാരാജാസ്. കുറെ കഥകൾ കേട്ടിട്ടുണ്ട്, രാജുകേട്ടനായാലും മാഷികേട്ടനായാലും കുറെ കഥകൾ കേട്ടിട്ടുണ്ട്. ആൻഡ് ഇവിടുത്തെ വൈബ് ഭയങ്കര സൂപ്പറാണ്. നിങ്ങളെല്ലാവരും പടം കാണണം. ഓൾ ദി ബെസ്റ്റ് ടു യൂണിയൻ. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു, അതായത് പേടിക്കാനൊന്നുമില്ല. ഹനുമാൻ കൈന്റെ പാട്ട് പാടാനുണ്ട്, റംസാൻ ഡാൻസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇത് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ദർശനോടും ചോദിച്ചു, നിന്റെ കയ്യിൽ ഒരു ബാത്റൂമെന്തെങ്കിലും ഇല്ലേ, ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ബ്രോ നാളെ എന്തായാലും ഫിലിം ഇറങ്ങാണ്, റൈഫിൾ ക്ലബ് ഇറങ്ങാണ്. എല്ലാവരുടെയും സമയത്തെ വില കൽപ്പിച്ച് നമ്മൾ എന്റർടൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടിട്ട് പറ ബ്രോ കേട്ടോ. അപ്പോൾ ഇവിടെ വരാൻ പറ്റിയത് ഒരുപാടധികം സന്തോഷം. ഈ കോളേജിലെ വൈബ് എനർജിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് എല്ലാവർക്കും അറിയാം, നാളെ ഞങ്ങളുടെ മൂവി റൈഫിൾ ക്ലബ് റിലീസ് ചെയ്യാണ്. ആൻഡ് ഇവരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയതും ഇവിടെ വരാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. സോ പ്ലീസ് ഡു വാച്ച് ആ മൂവി റൈഫിൾ ക്ലബ് ആൻഡ് പ്ലീസ് സപ്പോർട്ട്. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഇത്ര നല്ലൊരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തരുന്നതിന്. ഇത്രയും നാളും ഞാൻ ഓരോ സ്റ്റേജിലും ചെന്ന് നിന്നിട്ടുള്ളത് ഒരു ഡാൻസറായിട്ടും പിന്നെ ഏതെങ്കിലും ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടും ഗസ്റ്റൊക്കെ ആയിട്ട് മാത്രമാണ്. ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ഭാഗമായ ഒരു ആക്ടറായിട്ട് ഒരു സ്റ്റേജിൽ നിൽക്കുന്നത്. അത് മഹാരാജാസിലാണ്. സോ നാളെ എല്ലാവരും പറഞ്ഞ പോലെ പടം റിലീസാണ്. എല്ലാവരും സപ്പോർട്ട് വേണം, പോയി കാണണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനോടൊക്കെ പറയോ. That's it. So thank you so much. എന്തായാലും ഹനുമാൻ കൈൻഡ് പറഞ്ഞ പോലെ ഇവിടെ ഒരു പെർഫോമൻസ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ അല്ലേ? Thank you. When I say killer on the loose, you say? Killer on the loose, you say? Well, yeah, let's go. Spin that shit, baby. This one's called Killer on the Loose. Wait a minute, get it how you live it. 10 toes in when we standing on business. Okay, for this, once again, make some noise, alright?